എന്താ ഇന്നത്തെ പരിപാടി? എന്താ ഞാൻ മിക്സി ഒക്കെ എടുക്കുന്നത് അടുത്ത ജ്യൂസാണ്. അടുത്ത ജ്യൂസ് അല്ലേ, എന്നും ജ്യൂസാണ്. എന്നും ജ്യൂസ് ഉണ്ടാക്കുന്നില്ല കേട്ടോ. എന്ത് കുക്കുംബർ ജ്യൂസ്? വീണ്ടും യൂട്യൂബാണോ അമ്മ? സ്വന്തമായിട്ട് എന്തെങ്കിലും കയ്യിൽ നിന്നിട്ടമ്മ? എന്നാ ഇത് എൻ്റെ സ്വന്തമായിട്ട് കയ്യിൽ നിന്ന് ഇട്ടിട്ടുള്ളതാ. ഇത് യൂട്യൂബ് അല്ല. അപ്പോൾ എന്തൊക്കെയാണ് ഇതിന് വേണ്ട സാധനങ്ങൾ? എന്താണ് ഈ ജ്യൂസിന്? കക്കിരി, കറിവേപ്പില, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, നല്ല തൈര്, ഉപ്പ്. ഇതിപ്പോ സത്യം പറഞ്ഞ അമ്മ സംഭാരമാണോ ഉണ്ടാക്കുന്നത്? ഇത് അരിയാണത്. തൊലി കളഞ്ഞെടുക്കട്ടെ കേട്ടോ. ഇനി ഇതെങ്ങനെ കുൻകുനാന്ന് അരിയോ? എനിക്ക് കട്ടിംഗ് ട്രേയിൽ അരിഞ്ഞിട്ടൊന്നും ഇടാൻ നേരമില്ല. നേരെ പാത്രത്തിലേക്ക് അരിഞ്ഞിട്ട് നാടൻ രീതിയിൽ. ഇഞ്ചി ഇതെങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല കേട്ടോ. നമ്മൾ സംഭാരം കുടിക്കുന്ന പോലെ ഉണ്ടാവുമായിരിക്കും. കറിവേപ്പില അതാണ് പ്രധാനപ്പെട്ട സാധനം. വെള്ളം. കാന്താരി ഇടണോ അതിന്? വെള്ളം കാന്താരിയുടെ ടേസ്റ്റ് ഉണ്ടാവില്ലേ? ഉണ്ടാവുമായിരിക്കും. കാന്താരിയും കൂടി കുടിച്ചു കഴിയുമ്പോൾ അറിയാം. ഇനി അറിയാം സംഭവം എന്തായിരുന്നു. അല്ല എരിവ, പക്ഷേ നമുക്ക് ഇതിന് കുറച്ചുകൂടെ തൈര് കൂട്ടാം നമുക്ക്. അയ്യോ എരിവ്, ഉപ്പില്ല. ഇടാം, ഉപ്പും ഇടാം, തൈരും ഇടാം കേട്ടോ. ഒരു കാന്താരി ഇട്ടാൽ മതിയായിരുന്നു. പിന്നെ കക്കിരിക്ക അത്രയും വേണ്ടായിരുന്നു. ഒരു അര കഷ്ണം അങ്ങനെ ഇട്ടാൽ മതിയായിരുന്നു. കക്കിരിക്കയുടെ രുചി ഭയങ്കര കൂടുതലാണ്. ഇത്ര ഇട്ടില്ലേ? ആട്ടോ. കണ്ണിപ്പോയോ? വീണ്ടും. ആഹാ, അടുത്ത ടേസ്റ്റ്. ഇനി ടേസ്റ്റിങ്ങാ? അമ്മ സ്വന്തം അമ്മയുടെ അഭിപ്രായത്തിൽ ചെയ്യുന്ന സാധനം കേട്ടോ. അമ്മ കക്കിരിക്ക ജ്യൂസ് ഉണ്ടാക്കാൻ തുടങ്ങി. അതിപ്പോ കക്കിരിക്ക സംഭാരമായി മാറി. ഞാൻ ഈ ബിസിനസ് തുടങ്ങാൻ പോവാ. എന്ത്? ഞാൻ പറയുമ്പോ അമ്മ അന്ന് ഞാൻ വിവിധ തരത്തിലുള്ള അമ്മ ഒരു തട്ടുകട തുടങ്ങാം. ഇവിടെ ഏതായാലും ആൾക്കാർ ഇതിലെ റോട്ടിൽ കൂടെ പോകും. എന്നിട്ട് നിങ്ങൾ മറ്റേ ഹോട്ടലിൽ ഇങ്ങനെ പിടിച്ചെടുക്കുന്ന സംഭാരം എഴുതി വെച്ചിട്ട് അവിടെ നിൽക്കണം. എന്നിട്ട് ഇവിടേക്ക് വരുത്തുക, ഇറക്കി യോജിപ്പിക്കും. ഗ്ലാസ്സിലേക്ക് ഒഴിക്ക്, ഊത്ത്. ഇതാണ് ചക്കരയുടെ ലാസ്റ്റ്. ഒറ്റ വലിയോട്ടാ, തൊണ്ട തൊടാണ്ട് താഴേക്ക് പോണം. ഓ, ഒറ്റ വലിക്ക് കുടിക്കുന്നത് നടക്കൂല. കുറച്ച് എരിവ് പക്ഷെ രക്ഷയില്ല. എനിക്കിപ്പോഴും മനസ്സിലാകാത്ത ഇതിന് മോരിന്റെ രുചിയില്ല, കൂടുതലും ഇതിന്റെ രുചിയല്ലേ? മുളക് കൂടിപ്പോയി മോനെ. അതാ ടേസ്റ്റ് ഉണ്ട്. ഉപ്പൊക്കെ പക്കയാ. അമ്പ പൊന്നിന് ഒരു കുഴപ്പമില്ലല്ലോ. നല്ല സംഭാരം. നല്ല സാധനം. ഉള്ളിയും കൂടി ഇടണായിരുന്നോ? ചെറിയ ഉള്ളി. അമ്മ അപ്പൊ കക്കിരി സംഭാരം ആവൂലേ? ഇതിപ്പോ കക്കിരി സംഭാരം. എരിവ് വെച്ചിട്ട് മുന്നേ എങ്ങനെയുണ്ട് അമ്മ? വിചാരിച്ചാല് വിജയകരമായ എരിവ്. ആ മുളക് കുറയണായിരുന്നു. ഒരു മുളക് ഇട്ടാൽ മതി. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്. നിങ്ങൾ അതിന് വെള്ളം വെച്ചായിരുന്നോ? 3 ഗ്ലാസ് വെള്ളം വെച്ചിട്ട് 4 ഗ്ലാസ് സംഭാരം ഉണ്ടാക്കി. നമ്മള് വിചാരിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ട്, പക്ഷെ ആ മുളകിന്റെ കുത്ത് കുറയണം.
അല്ലേ? മുളക് ഒരെണ്ണം മതിയായിരുന്നു. ഇഞ്ചിയുടെയും മുളകിന്റെയും കൂടെ ആയപ്പോഴേ എരിവ് കൂടിപ്പോയി. അടുത്ത തവണ നമുക്ക് ഉണ്ടാക്കുമ്പോൾ എന്ത് ചെയ്യാം, ഒരു മുളക് കൂടെ ഒരു ഉള്ളി ഇട്ട് വെക്കാം. അപ്പൊ ടേസ്റ്റ് മാറുമെന്നറിയാം. അമ്മ എനിക്ക് പറയാനുള്ള, അമ്മ ഞങ്ങൾക്ക് ഇങ്ങനെ ജ്യൂസ് മാത്രം ഉണ്ടാക്കി തരാതെ കഴിക്കാനും കൂടെ ഉണ്ടാക്കി തരാം. ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കാമേ, ചിരണ്ടിയിട്ട് അത് നല്ല രസമായിരിക്കും. പാലൊക്കെ ഒഴിച്ച് നല്ലതാക്കി ക്യാരറ്റ് ഹൽവ നല്ല രസം. അടുത്ത ക്യാരറ്റ് ഹൽവ അതുവരേക്കും കക്കിരി സംഭാരത്തിൽ നിന്നും വിടാം. ഓരോ ദിവസം ഓരോന്നില്ലേ. ചെമ്പരത്തി ഹൽവ ഉണ്ടാക്കിയാലോ?